കടം വീട്ടാൻ വേണ്ടി ഒരു കാശുകാരൻ പയ്യൻ്റെ ഗേൾ ഫ്രണ്ടായിട്ട് അവൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കാൻ വേണ്ടി നടക്കുന്ന നായിക. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ 2023 റിലീസ് ചെയ്ത നോ ഹാർഡ് ഫീലിങ്സ് എന്ന് പറഞ്ഞ സിനിമയെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ ആരംഭിക്കുക നമ്മളെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗ്യാരിനെയാണ്. ഗ്യാരി ആണെങ്കിൽ മാടിയുടെ കാർ പിടിച്ചുകൊണ്ട് പോകാൻ വന്നായിരുന്നു. അന്നേരമാണ് മാടി അങ്ങോട്ട് ഓടി വരുന്നത്. മാടിയാണെങ്കിൽ പ്രോപ്പർട്ടി ടാക്സ് ഒന്നും അടയ്ക്കാത്തതുകൊണ്ട് കോർട്ടിൽ നിന്ന് നോട്ടീസ് വന്നേക്കാണ് അവളുടെ കാറ് പിടിച്ചുകൊണ്ട് വരാൻ വേണ്ടി. അവൾക്കാണെങ്കിൽ ആകെയുള്ള കാറായിരുന്നു, ഇത് വെച്ചായിരുന്നു അവളുടെ ഒരു വരുമാനം എന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് അവൾ ഓടിച്ചെന്ന് ഗ്യാരിയോട് കാര്യം പറഞ്ഞ് എങ്ങനെയും പിടിച്ചോണ്ട് പോകല്ലെന്നൊക്കെ പറയും. ഗ്യാരി ആണെങ്കിൽ മാടിയുടെ എക്സ് ലവറായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവൾ പതിയെ സോപ്പ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മാടിയുടെ വീട്ടിൻ്റെ അകത്തുനിന്ന് വേറൊരുത്തൻ ഇറങ്ങി വരുന്നത്. മാടിയാണെങ്കിൽ ആ ഇറങ്ങി വന്നത് അവളുടെ കസിനാന്ന് പറഞ്ഞ് ഗ്യാരിയെ വിശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവൻ വന്നിട്ട് ഇവളോട് അത്ര നല്ല അല്ലാത്ത രീതിയിൽ പെരുമാറുന്നത്. അന്നേരം തന്നെ ഗ്യാരിക്ക് കാര്യം മനസ്സിലാവും. അവനാണ് വീണ്ടും ചുരുക്കമായിട്ട് അവൻ ആ കാർ എടുത്തുകൊണ്ടങ്ങ് പോകും. അപ്പോൾ മാടിയാണെങ്കിൽ വേറൊരു ബാർടെൻഡറായിട്ടും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവൾ പതിയെ ബാറിലേക്ക് പോകാൻ ഇറങ്ങും. അന്നേരമാണ് പോകുന്ന വയ്ക്ക് അവളുടെ കാർ കിടക്കുന്നത് കാണുന്നത്. അവൾ നോക്കുമ്പോഴത്തേക്കിനും അവിടുത്തെ വയറെല്ലാം വിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ നൈസായിട്ട് ഗ്യാരി കാണാതെ അത് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി മാടി ശ്രമിക്കും. പക്ഷേ 2 വയറിങ് മാത്രം ആ ട്രക്കിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവൾക്ക് അവളുടെ കാർ എടുത്തുകൊണ്ട് പോകാൻ പറ്റാതെ അവിടെ നിൽക്കും. അതിനുശേഷമാണ് അവൾ പിന്നെ ബാറിലേക്ക് വരുന്നത്. അങ്ങനെ ബാറിൽ ചെന്ന ശേഷം അവളുടെ കൂട്ടുകാരികളായിട്ടുള്ള സാറയുടെ ഹസ്ബൻഡായിട്ടുള്ള ജിമ്മിനോടും അവൾ ഈ കാര്യങ്ങളൊക്കെ പറയും. കാരണം ഈ ബാർടെൻഡർ ജോലി വെച്ച് മാത്രം അവൾക്ക് അവളുടെ കടമൊന്നും വീട്ടാൻ പറ്റത്തില്ലായിരുന്നു. അങ്ങനെ അവൾ അവരോട് എന്തെങ്കിലും ജോലി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി പറയും. അന്നേരമാണ് സാറ ഫോണിൻ്റെ അകത്തൊരു വേക്കൻസി കാണിച്ചു കൊടുക്കുന്നത്. ആ പരിസ്ഥിതി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു വെൽത്തി ആയിട്ടുള്ള വീട്ടിലെ പയ്യന് ഒരു കമ്പാനിയനെ വേണമെന്നായിരുന്നു. അതിന് പകരമായിട്ട് അവരൊരു കാറ് തരാമെന്നും. അപ്പോൾ ആ പരസ്യം കാണുമ്പോൾ മാടി ഇങ്ങനെ വട്ടറടിച്ചിരിക്കും, ഇതെന്ത് തരം ജോലിയാണെന്ന്. കമ്പാനിയനെ കൊടുക്കുമ്പോൾ തിരിച്ച് കാറ് തരുന്നത്. അങ്ങനെ ഏതായാലും കടം കിട്ടാൻ വേണ്ടി അവളാണെങ്കിൽ ആ ജോബ് അന്വേഷിച്ച് തന്നെ പോകും. അങ്ങനെ അവൾ ആ പരസ്യം ചെയ്ത പണക്കാരായിട്ടുള്ള ലെയർഡും ആലിസണിൻ്റെ അടുത്തേക്ക് ചെല്ലും. അങ്ങനെ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും അവർ പതിയെ മാടിയോട് സംസാരിച്ച് തുടങ്ങും. അവരുടെ മകനെ പറ്റിയായിരുന്നു അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അവരുടെ മകനായിട്ടുള്ള പേഴ്സി എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ പ്രിൻസ്റ്റണിലേക്ക് പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. പക്ഷേ അവനൊരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ അവനാണെങ്കിൽ ഇൻട്രോവേർട്ടുമാണ്, അതുപോലെ തന്നെ സോഷ്യൽ ആൻസൈറ്റി ഉള്ള പയ്യനുമാണ്. അതുകൊണ്ട് തന്നെ മാടിയുടെ ജോലി എന്ന് പറഞ്ഞാൽ അവനെ എങ്ങനെയും വളച്ച് അവനെ ഒരു എക്സ്ട്രോവേർട്ടാക്കി മാറ്റാൻ വേണ്ടിയുള്ളതായിരുന്നു. മാടിയാണ് അതിന് സമ്മതിക്കും. അപ്പോഴത്തേക്കിനും അവൻ്റെ പേരൻസാണ് ഒരു കണ്ടീഷനും കൂടെ വെക്കും. ഒരിക്കലും അവനാണെങ്കിൽ അവൻ്റെ പേരൻസ് പറഞ്ഞു വിട്ടിട്ടാണ് ഈ പെണ്ണ് വരുന്നതെന്ന് അറിയില്ലെന്ന് പറയും. മാടി അതിനെല്ലാം സമ്മതിക്കും. അങ്ങനെ പേഴ്സിയുടെ പേരൻസ് പറഞ്ഞതനുസരിച്ച് മാടിയാണെങ്കിൽ പേഴ്സി വർക്ക് ചെയ്യുന്ന പെറ്റ് ഷോപ്പിലേക്ക് ചെല്ലും. അങ്ങനെ അവളാണെങ്കിൽ അവനെ സെഡ്യൂസ് ചെയ്യാനുള്ള ടൈപ്പിലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവൻ്റെ അടുത്തേക്ക് എന്നിട്ട് ഒരു ഡോഗിനെ മേടിക്കാൻ വന്നതെന്ന് പറയും. ഉടനെ അവനാണെങ്കിൽ മൈലോ എന്ന് പറഞ്ഞ ഡോഗിനെ അവൾക്ക് പരിചയപ്പെടും. എന്നിട്ട് പറയും ഇവനാണെങ്കിൽ പോലീസിലൊക്കെ വർക്ക് ചെയ്താണ്, പക്ഷേ ഒരു ഡ്രഗ് അഡിക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇവനെ അവിടുന്ന് പുറത്താക്കിയെന്ന് പറയും. അതുകൊണ്ട് ആ ഡ്രഗിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഇവന് ദേഷ്യം വരുമെന്ന് പറയും. പെട്ടെന്നാണ് ആ മാടി കയറിയ ഡ്രഗിൻ്റെ പേര് പറയുന്നതും മൈലോ കിടന്ന് പോരയ്ക്കുന്നതും. പക്ഷേ പേർസിയാണ് ഒരു വിധത്തിൽ അവനെ അടക്കി വെക്കും. അത് കഴിഞ്ഞ് പേർസിയാണെങ്കിൽ മാടിയോട് കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. കാരണം ഇവളാണെങ്കിൽ പെറ്റിനെ നോക്കുന്ന ആളാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയൊക്കെ. പക്ഷേ അന്നേരം മാടിയാണെങ്കിൽ ആൻസർ ഒന്നും പറയാതെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കും. അവൾക്കാണെങ്കിൽ എങ്ങനെയും ഇവനുമായിട്ട് അടുക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇവൻ ആ ചോദ്യമൊക്കെ ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ അവർ ഷിഫ്റ്റ് തീർന്നെന്ന് പറഞ്ഞാൽ ലാപ്ടോപ്പ് മടക്കി വെച്ച് പോകാൻ തുടങ്ങും. അന്നേരമാണ് മാടി നിർബന്ധിച്ച് അവനെ കാറ് വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറയുന്നത്. പക്ഷേ അവനാണെങ്കിൽ സമ്മതിക്കത്തില്ല. പക്ഷേ അവളാണെങ്കിൽ അവൻ്റെ ബാഗ് എടുത്ത് വെളിയിലേക്ക് ഇറങ്ങും. അങ്ങനെ വെളി ഇറങ്ങി കഴിയുമ്പോഴാണ് പേർച്ചയാണെങ്കിൽ അവൻ സൈക്കിളിൽ തിരിച്ചു പോകുന്നതെന്ന് പറയുന്നത്. ഉടനെ തന്നെ മാടിയാണെങ്കിൽ അവൻ്റെ സൈക്കിൾ എടുത്ത് അവളുടെ വാനിലേക്ക് കയറ്റും. അത് കഴിഞ്ഞ് ഇവനെ നിർബന്ധിച്ച് വാനി കയറ്റി അവനെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് 2 പേരും കൂടെ വാനി കയറി പോകും. അങ്ങനെ പോകുന്ന വഴിക്കാണ് പേർസിക്കാണ് ഇതെല്ലാം കണ്ട് ഡൗട്ട് അടിച്ചിരിക്കുമായിരുന്നു. അന്നേരമാണ് പോകുന്ന വഴിക്ക് മാടിയാണെങ്കിൽ അവൻ്റെ വീട്ടിലേക്ക് വന്ന വഴിയിൽ നിന്ന് മാറി വഴി തിരിച്ചു പോകുന്നത്. ഇത് കാണുമ്പോൾ പേർസിയാണ് ശരിക്കും പേടിക്കും. അങ്ങനെ വണ്ടി ഓടിച്ച് മാടിയാണെങ്കിൽ അവളുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് വാൻ നിർത്തും. അന്നേരം ഇവനവർക്ക് ഇവനെ തട്ടിക്കൊണ്ട് പോകാൻ വന്നതെന്നോർത്ത് പെപ്പർ സ്പ്രേ എടുത്ത് അവളുടെ കണ്ണിലോട്ട് ഒഴിക്കും. അങ്ങനെ മാടിക്ക് കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരും. അത് കഴിഞ്ഞ് ഇവൻ അവളോട് എന്നെ തട്ടിക്കൊണ്ട് പോകാൻ വന്നതല്ലേ, ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അവൾ പറയും ഇവനെ തട്ടിക്കൊണ്ട് പോകാൻ വന്നതായിരുന്നെങ്കിൽ ഇവളുടെ ഫുൾ ഡീറ്റെയിൽസ് അവിടെ പെറ്റ് ഷോപ്പിൽ കൊടുക്കുമെന്ന് ചോദിക്കും. അന്നേരമാണ് ഇവനും തോന്നുന്നത് തട്ടിക്കൊണ്ട് പോകാൻ വന്നതല്ലെന്ന്. പിന്നെ എന്തിനും ഒരു കാര്യമില്ലാതെ റൈഡ് തരാമെന്ന് പറഞ്ഞ് ഇവനെ നിർബന്ധിച്ച് കൊണ്ടുവന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവൾ പറയും ഇവൻ അത്രയ്ക്ക് ഹാൻസമായിട്ട് തോന്നി, അതുകൊണ്ട് ഇവനെ ഫ്രണ്ടായിട്ട് വെക്കാൻ വേണ്ടിയാന്ന് പറയും. അങ്ങനെ പെപ്പർ സ്പ്രേ ചിരിച്ച മണ്ടത്തരമാൻ തോന്നി അവനാണെങ്കിൽ അവളുടെ മുഖമെല്ലാം കഴുകാൻ സഹായിക്കും. അത് കഴിഞ്ഞ് അവൻ ചെയ്ത് തെറ്റാൻ തോന്നിയിട്ട് അവൻ അവളെ ഒരു ഡേറ്റിങ്ങിന് വിളിക്കും വൈകുന്നേരത്തേക്ക്. അങ്ങനെ അവരാണെങ്കിൽ വൈകുന്നേരം ഹോട്ടലിൽ ഡേറ്റിങ്ങിന് വേണ്ടി പോകും. അങ്ങനെ അവർ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങോട്ട് ട്രാവിസ് എന്ന് പറഞ്ഞൊരുത്തൻ കയറി വരുന്നത്. ഇവനാണെങ്കിൽ മാടിയുടെ എക്സ് ലവറായിരുന്നു. അങ്ങനെ അവൻ വന്നിട്ട് കുറേ നേരം മാടീനെ ഒരുമാതിരി കുത്തി സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കും. അന്നേരം ഇത് പേർസിക്കും മാടിക്കും അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നും. അങ്ങനെ മാടി അവനോട് ചോദിക്കും അങ്ങനെയാണ് വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് ഡേറ്റിങ്ങിനൊക്കെ ആയിട്ട് പോയാലോന്ന്. അങ്ങനെ അവർ 2 പേരും കൂടെ ഒരു ബീച്ചിലേക്ക് ചെല്ലും. അവിടെ ചെന്ന് കഴിഞ്ഞ് മാടിയാണെങ്കിൽ അവനോട് കടലിൽ ചാടാൻ വേണ്ടി പറയും. പക്ഷേ അവനാണെങ്കിൽ പേടിച്ചിരിക്കും. പക്ഷേ ഇവളാണെങ്കിൽ ഫുൾ ഡ്രസ്സ് ഊരി ചാടുന്ന കാണുമ്പോഴത്തേക്കിനും ഇവന് പുറകെ എടുത്ത് ചാടും. അങ്ങനെ ഒരു വിധത്തിൽ അവനാണെങ്കിൽ പതി അവളോട് ഇഷ്ടമൊക്കെ തോന്നി വന്ന് കാര്യങ്ങളിലേക്ക് കടക്കാൻ തുടങ്ങുമായിരുന്നു. അന്നേരമാണ് അങ്ങോട്ട് കുറേ 3 ടീനേജ് പിള്ളേർ വന്നിട്ട് അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതും ഇവരെ കളിയാക്കുന്നതും. അത് മാത്രമല്ല, അത് കഴിയുമ്പോഴത്തേക്കിനും അവരാണെങ്കിൽ ഇവരുടെ ആ ഊരിയിട്ടിരുന്ന ഡ്രസ്സും എടുത്ത് പോകാൻ വേണ്ടി തുടങ്ങും. മാടിക്കാണ് ഇതുകൊണ്ട് ദേഷ്യം വന്നിട്ട് അവളാണ് നൂൽ വസ്ത്രമില്ലാതെ അങ്ങോട്ട് വന്ന് ആ 3 പേരെ എടുത്തിട്ടിടിക്കും.
അത് കഴിഞ്ഞ് ടീനേജ് പിള്ളേരെല്ലാം പേടിച്ച് ഓടി കഴിയുമ്പോഴത്തേക്കും അവൾ വീണ്ടും തിരിച്ച് വന്ന് ഇവരുടെ കൂടെ കുളിക്കാൻ തുടങ്ങും. അന്നേരം ഇവന് പതി ഇവളുടെ ടോട്ടൽ സ്വഭാവം കണ്ടിട്ട് എന്തൊക്കെയോ ഡൗട്ടോ പേടിയോ തോന്നും. അങ്ങനെ ഇവൻ എന്നെ കാണിച്ചിട്ട് ഇവളുടെ അടുത്തോട്ട് വരുന്നില്ലെന്ന് കാണുമ്പോഴത്തേക്കും ഇവൾക്ക് ദേഷ്യം വന്നിട്ട് വീണ്ടും തിരിച്ച് കാറി വന്ന് കയറും. അങ്ങനെ ഇതൊന്നും നടപടിയാകത്തില്ല. ഇവൾ വേറെ വല്ല പണിക്കും പോകാമെന്നൊക്കെ അവൾ ഉദ്ദേശിച്ച് ഇവളാണെങ്കിൽ പതിയെ അവൻ്റെ ആ ഡ്രസ്സെല്ലാം തിരിച്ചു കൊടുക്കും. അന്നേരമാണ് അവനാണെങ്കിൽ പോക്കറ്റെല്ലാം ചെക്ക് ചെയ്തിട്ട് അവൻ്റെ മൊബൈൽ കാണുന്നില്ലെന്ന് പറയുന്നത്. അപ്പോഴത്തേക്കിനും അവൾ അത് ശരിക്കും നോക്കാനൊക്കെ പറയും. ഇവൻ പറയും കാണുന്നില്ല എന്ന് പറയും. ഇവൾക്ക് ദേഷ്യം വന്നിട്ട് വണ്ടി എടുത്ത് പോകാൻ തുടങ്ങും. അന്നേരം അവനാണെങ്കിൽ നൂല് വസ്ത്രമില്ലാതെ വണ്ടിയുടെ ബോണറ്റിലൂടെ ചാടി കയറും. ഇവൾക്ക് ദേഷ്യം വന്നിട്ട് അവനെയും വെച്ച് റോഡിൽ കൂടെ അങ്ങ് ഡ്രൈവ് ചെയ്ത് പോകും. അവനെ പോകുന്ന വയ്ക്കാണ് നാട്ടുകാരെല്ലാം നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. ഇച്ചിരി കഴിയുമ്പോഴത്തേക്കിനും പോലീസ് ഇവളെ ഫോളോ ചെയ്ത് വരാൻ തുടങ്ങും. ഇവൾക്കാണെങ്കിൽ നിർത്താൻ പറ്റത്തില്ലായിരുന്നു. കാരണം നിർത്തിക്കഴിഞ്ഞ് ഇവളുടെ ആക്കുള്ള ലൈസൻസ് കൂടെ കട്ട് ചെയ്യുന്ന ഉറപ്പായിരുന്നു. അങ്ങനെ കുറേ പോയി കഴിയുമ്പോഴാണ് റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നത്. ഇവൾ പെട്ടുപോയല്ലോ നോർക്കും. നിർത്തിക്കഴിഞ്ഞാൽ ലൈസൻസ് കട്ടാവും. അങ്ങനെ അവളൊന്നും നോക്കത്തില്ല. ചത്താ ചാട്ടം നോർത്ത് ട്രെയിനിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ കൂടെ ക്രോസ് ചെയ്തങ്ങ് പോകും. ജസ്റ്റ് മിസ്സിന് അവർ ക്രോസ് ചെയ്യും. പക്ഷേ ആ പയ്യനാണെങ്കിൽ പേടിച്ച് ചത്ത അവസ്ഥയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് മാടിയാണെങ്കിൽ അവനെ വിളിച്ച് അവളുടെ വീട്ടിലേക്ക് വരും. അങ്ങനെ വീട്ടിൽ ചെന്ന ശേഷം ഈ മാടി പതിയെ പേർസീനെ വശീകരിക്കാൻ വേണ്ടി ഓരോ ഡാൻസൊക്കെ കളിച്ച് കാണിക്കും. അങ്ങനെ ഒരു വിധത്തിൽ വീണ്ടും അവൻ കാര്യത്തിലേക്കൊക്കെ കടക്കുന്ന പോലെ പതിയെ വശീകരിച്ച് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവൻ്റെ പുറത്തെല്ലാം കൂടെ ചുമന്ന് വരുന്ന കാണുന്നത്. അന്നേരമാണ് അവൻ പറയുന്നത് അവന് പേടിച്ചോ ടെൻഷനോ ഒക്കെ വരുമ്പോൾ അവൻ്റെ പുറത്തെല്ലാം ഇങ്ങനെ വരാറുള്ളതെന്ന് പറയും. അങ്ങനെ അവളാണെങ്കിൽ അവന് ലോഷനൊക്കെ തേച്ച് കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ അവരിരിക്കുന്ന സമയത്താണ് രണ്ടുപേരും പതിയെ ഓരോ കാര്യങ്ങൾ തുറന്നു പറയുന്നത്. അങ്ങനെ ഇവനിങ്ങനെ ഇൻട്രോവേർട്ട് ആയതിൻ്റെ കാരണം ഇവൻ തന്നെ പറയും. ഇവനാണെങ്കിൽ ഒരു ടീനേജ് വരെ പേരൻസിൻ്റെ നടുക്കായിരുന്നു കിടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഇതെല്ലാം ഇവൻ്റെ ഫ്രണ്ട്സ് കണ്ടുപിടിച്ചിട്ട് സ്കൂളിലെല്ലാം ഇവനും പേരൻസും തമ്മിൽ അത്ര നല്ലതല്ലാത്ത റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞ് ഓരോ കഥകളുണ്ടാക്കി പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ സംസാരിച്ച് മാടി ഇവനോട് പറയും ഇന്നത്തെ പ്ലാനെല്ലാം ചീറ്റി, അങ്ങനെയാണ് ഒന്നുകൂടെ നാളെ ഡേറ്റ് ചെയ്യാമെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവർ മീറ്റ് ചെയ്യും. സന്തോഷത്തോടു കൂടി കറങ്ങി അടിച്ച് നടന്ന് ഒരുപാട് ഗെയിമൊക്കെ കളിച്ചിങ്ങനെ നടക്കും. അത് കഴിഞ്ഞാണ് അവളുടെ കഥ ചോദിക്കുമ്പോഴത്തേക്കിനും അവളുടെ കഥ പറയുന്നത് അവളുടെ ലൈഫ് ഉള്ള അത്ര ട്രാജഡി ആയിരുന്നു എന്നുള്ളത്. മാടി പറയും മാടിയുടെ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അച്ഛനാണെങ്കിൽ 2 ഭാര്യമാരുണ്ടായിരുന്നു. പിന്നെ കേസെല്ലാം നടത്തി കഴിഞ്ഞപ്പോഴാണ് വീടും സ്ഥലവും അവളുടെ അമ്മയ്ക്ക് കിട്ടിയത്. അവളുടെ അമ്മയാണ് അസുഖം വന്ന അവസാനത്തെ കാലത്തെല്ലാം ആ വീട്ടിലായിരുന്നു കിടന്നത്. അതുകൊണ്ടാണ് അവൾക്ക് ആ വീടിനോട് ഇത്ര അറ്റാച്ച്മെൻ്റ് എന്ന് പറയും. അങ്ങനെ അവർ അതുവഴിയെല്ലാം നടക്കുമ്പോൾ അച്ഛൻ കഴിയുമ്പോൾ പേർസിയുടെ നാനിയായിട്ടുള്ള ആൾ വരുന്നത്. അത് കാണുമ്പോൾ മാടി ഞെട്ടും. കാരണം 19 വയസ്സുള്ളതിന് നാനിയോന്ന് ഓർക്കും. അപ്പോഴത്തേക്കിനും ഇപ്പം വന്ന നാനിക്കാണെങ്കിൽ മാടിനെ അത്ര ഇഷ്ടപ്പെട്ടില്ലായിരുന്നു. പേർസി മാറിയ സമയത്താണെങ്കിൽ ഞാനീ മാടിയോട് ചോദിക്കും അവൻ്റെ കാശെല്ലാം അടിച്ചു മാറ്റാൻ വേണ്ടിയല്ലേ 30 വയസ്സുള്ള ഇവൾ ഈ 19 വയസ്സുള്ളവൻ്റെ പുറകെ ലവറായിട്ട് നടക്കുന്നതെന്ന് ചോദിക്കും. പക്ഷെ അവളാണെങ്കിൽ നേരെ തിരിച്ച് ഇവനോട് ചോദിക്കും ഇതേ ഉദ്ദേശം കൊണ്ട് തന്നെയല്ലേ ഇത്രയും വലുതായിട്ട് 19 വയസ്സുകാരനെ നാനിയായിട്ട് ഇവനും അവൻ്റെ പുറകെ നടക്കുന്നതെന്ന്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് മാടി വീട്ടിലിരിക്കുമ്പോഴാണ് അവളുടെ കൂടെ പണ്ട് പഠിച്ച എക്സ് ക്ലാസ്മേറ്റായിട്ടുള്ള ഡോഗാൻ വരുന്നത്. അവൻ വന്നതെന്ന് വെച്ചാൽ ഇവളുടെ അവസ്ഥ എല്ലാം അറിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവളുടെ വീട് വിൽക്കുവാണെങ്കിൽ അതിൻ്റെ ബ്രോക്കർ കാര്യങ്ങളെല്ലാം ഇവൻ ചെയ്തോളാന്ന് പറയാനായിരുന്നു. പക്ഷെ അവളാണെങ്കിൽ അതിനൊന്നും താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് അവനെ ആട്ടി പായിച്ചു വിടും. പിന്നീടാണ് മാടിയും പേർസിയും കൂടെ ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് പേർസിനെ പിയാനോ വായിക്കാൻ വേണ്ടി മാടി നിർബന്ധിക്കുന്നത്. അപ്പോൾ പേർസി ആദ്യം മടിച്ചിട്ടെങ്കിൽ അവൻ പോയി പിയാനോ വായിക്കും. അങ്ങനെ അവൻ പിയാനോ വായിക്കുന്നതായിട്ട് അവിടെ ഇരുന്ന് അത്രയും പേര് അത്ഭുതപ്പെട്ട് നിൽക്കും. കാരണം അത്രയ്ക്ക് മനോഹരമായിട്ടായിരുന്നു പിയാനോ വായിച്ചത്. തിരിച്ചു വരുമ്പോൾ മാടി അവനെ ഒരുപാട് പ്രശംസിക്കും. അന്നേരമാണ് പെട്ടെന്ന് ഇവൻ്റെ കൂടെ പണ്ട് പഠിച്ച നടാലി എന്ന് പറഞ്ഞൊരു പെണ്ണ് അങ്ങോട്ട് വന്ന് ഇവനെ പ്രശംസിക്കുന്നത്. ഇത് കാണുമ്പോൾ മാടിക്ക് അത്ര ഇഷ്ടപ്പെടത്തൊന്നുമില്ല. കാരണം ഒരു വിധത്തിലായിരുന്നു ഇവളവനെ വളച്ച് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ നടാലിയാണെങ്കിൽ പേർസീനെ തൊട്ടടുത്ത് നടക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ക്ഷണിക്കും. ഉറപ്പായിട്ടും വരണമെന്ന് പറയും. അങ്ങനെ ഇവനത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. അവൾ പോയി കഴിയുമ്പോൾ മാടിയാണെങ്കിൽ അവിടെ പോകണ്ടെന്നൊക്കെ പറയും. പക്ഷെ അവൻ വാക്ക് പറഞ്ഞുകൊണ്ട് പോയേക്കാന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകും. പാർട്ടി സ്ഥലത്ത് ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും പേർസി ആണെങ്കിൽ മാടീനെ ഇട്ടിട്ട് ഒറ്റയ്ക്ക് ആ പാർട്ടിയിലേക്ക് പോകും. അങ്ങനെ ഇച്ചിരി നേരം കഴിഞ്ഞിട്ട് പേർസിനെ കാണാതാകുമ്പോഴത്തേക്കിനും അവൾ ഇറങ്ങി ആ പാർട്ടിക്കകത്തോട്ട് ചെല്ലും. അങ്ങനെ അവൾ ചെല്ലുമ്പോഴത്തേക്കിനും എല്ലാവരും അത്ഭുതത്തോടെ നിൽക്കും. കാരണം ടീനേജ് ആളുകൾ നടത്താൻ പാർട്ടിയിലേക്ക് 10-30 വയസ്സുള്ള ഒരു പെണ്ണ് വരുന്ന കണ്ടിട്ട് എല്ലാവരും കുറേ നേരം ഇവളെ കളിയാക്കും. പക്ഷേ ഇവിടെ ഒന്നും മൈൻഡ് ചെയ്യാതെ പേർസിനെ തപ്പിക്കൊണ്ടേയിരിക്കും. അവൾ ഓരോ റൂമിൽ ചെന്ന് നോക്കും. അവളൊന്നും പേർസി ഇല്ലായിരുന്നു. ഏറ്റവും അവസാനത്തെ റൂമാണെങ്കിൽ ഇവൾ മുട്ടിൽ തുറക്കാതെ വരുമ്പോൾ ഇവളത് ചവിട്ടി പൊളിക്കും. ഇവളത് ചെന്ന് നോക്കുമ്പോഴത്തേക്കും നടാലിയും പേർസിയും കൂടെ അതിൻ്റെ അകത്ത് കിടക്കുന്നു. നടാലി പറയും ഒന്നും നടന്നിട്ടില്ല, ഇവൻ ചെറുതായിട്ടൊന്ന് ഡ്രഗ് അടിച്ചിട്ടേ ഉള്ളെന്ന് പറയും. ആടിയാണെങ്കിൽ പേർസിയെ വിളിച്ചിട്ട് ബാത്റൂമിലേക്ക് പോയിട്ട് അവരെ വായിക്കായിട്ട് ഛർദ്ദിപ്പിച്ചിട്ട് ആ ഡ്രഗിൻ്റെ എഫക്റ്റ് എല്ലാം കളയും. അത് കഴിഞ്ഞ് മാടി വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഹൗസ് ഓണർ വന്ന് ഭയങ്കര വിഷയം ഉണ്ടാക്കുന്നത്. അവിടെ ആ കഥക് ചവിട്ടി പൊളിച്ചതിൻ്റെ പേരൊക്കെ പറഞ്ഞ്. അങ്ങനെ മാടിയുടെ ഹൗസ് ഓണർ ഇറങ്ങിപ്പോകാൻ പറയുമ്പോഴാണ് പേർസി വന്നിട്ട് ഹൗസ് ഓണറിനെ ഇടിക്കാൻ തുടങ്ങുന്നത്. പക്ഷേ ഇടി കിട്ടുന്നത് മാടിക്കായി പോവും. അങ്ങനെ ഉടനെ തന്നെ അവർ രണ്ടുപേരും ആ പാർട്ടിയിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിപ്പോവും. അങ്ങനെ ഇദ്ദേഹം കഴിഞ്ഞ് പേർസി വീട്ടിലിരിക്കുമ്പോഴാണെങ്കിൽ അവൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റം വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കാണുമ്പോൾ പേരൻസിന് സന്തോഷവും. അവനാണെങ്കിൽ ഹാപ്പി ആയിട്ട് അവരോട് സംസാരിക്കാനൊക്കെ തുടങ്ങി. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവൻ പതിയെ പേരൻസിനോട് പറയും അവൻ ഇനി പ്രിൻസ്റ്റണിലേക്കൊന്നും പോകുന്നില്ല, ഇവിടെ തന്നെ സെറ്റിൽ ചെയ്താലോ എന്ന് അവൻ്റെ പ്ലാനെന്ന്. കാരണം അവനാണെങ്കിൽ മാടി എന്ന് പറഞ്ഞൊരു പെണ്ണുമായിട്ട് പതിയെ പ്രണയത്തിലാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോഴാണ് പേരൻസിന് വീണ്ടും ഞെട്ടലാകുന്നത്. അത് കഴിഞ്ഞ് അവൻ പതിയെ കാറിന് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കിനും ഇവരാണെങ്കിൽ മാടീനെ വിളിക്കും. അതിനുശേഷം മാടിയുടെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ പേരൻസ് മാടിയോട് പറയും അവളുടെ പേരിലേക്ക് ആ കാറെല്ലാം മാറ്റിയിട്ടുണ്ട്, അവൾക്ക് ഉടനെ തന്നെ കാറ് തരാനുള്ള എല്ലാ സൗകര്യവും ഒരുക്കാം, പക്ഷേ ഇവനെ എങ്ങനെയും ബ്രിസ്റ്റണിലേക്ക് വിടണമെന്ന് പറയും. അങ്ങനെ മാടി പേരൻസ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പേർസിയാണെങ്കിൽ കാറിൻ്റെ അകത്തിരിക്കുമായിരുന്നു. അവനറിയാതെ ആ ബ്ലൂടൂത്ത് ഉണക്കുമ്പോഴത്തേക്കിനും അവരുടെ കോൾ ഇതുമായിട്ട് കണക്റ്റ് ആവും.
അങ്ങനെ അവൻ ആ കാറിൽ ഇരുന്ന് എല്ലാം കേൾക്കും. അതോടുകൂടി ഇവന് തോന്നി തുടങ്ങും ഇത്രയും കാലം ഇവൻ പറ്റിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഇവനാണെങ്കിൽ ഒരു പകരം വീട്ടാൻ വേണ്ടി തീരുമാനിക്കും. അതിനുവേണ്ടിയാണെങ്കിൽ ഇവൻ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ മാടീനെ അവൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നിട്ട് അവനാണെങ്കിൽ അവളെ അവൻ്റെ പേരൻസിന് പരിചയപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് പറയും പ്രായക്കൂടുതലാണെങ്കിൽ ഇവൻ ഇവളെ തന്നെ കെട്ടാൻ പോകുന്നതെന്നൊക്കെ പറയും. പേരൻസിനാണെങ്കിൽ അവൻ്റെ സ്വഭാവത്തിൽ സന്തോഷമുണ്ട്. പക്ഷേ ഇതൊക്കെ കാണുമ്പോഴത്തേക്കിനും എന്തൊക്കെയോ ഡൗട്ട് പഠിക്കും. അത് കഴിഞ്ഞാണ് ഇവനെ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് പോയ ശേഷം അവൻ്റെ തന്നെ ഒരു കമ്പനിക്കാരനോട് പറഞ്ഞിട്ട് ആ കാറ് കൊണ്ട് കാട്ടിലേക്ക് ഇടുന്നത്. അത് കഴിഞ്ഞാൽ അപ്പോൾ കാറ് മരത്തിലേക്ക് ഇടിപ്പിച്ച് കാറ് നശിപ്പിക്കും അവർ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പേർസി വീട്ടിലേക്ക് വരുമ്പോൾ മാടി അവൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവർക്ക് തമ്മിൽ ഇനി ബന്ധപ്പെടാമെന്ന് പറയുന്നത്. പക്ഷേ പേർസിക്കാണെങ്കിൽ അവളോടുള്ള താല്പര്യമെല്ലാം പോയായിരുന്നു. അവൻ ഇനി സത്യം മറച്ചു വെക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. അവനാണെങ്കിൽ കേട്ട കാര്യമില്ല അവളോട് പറയും. അങ്ങനെ പേർസിക്കെല്ലാം മനസ്സിലായെന്ന് അറിയുമ്പോഴത്തേക്കിനും അവൾ പതിയെ ആ വീട്ടിൽ നിന്ന് അങ്ങ് പോവുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് പേർസി ഇന്ന് പേരൻസിനോട് ഉടക്കും. അത് കഴിഞ്ഞ് അവരോട് അവൻ പറയും അവൻ ഈ അടച്ചിട്ട് വളർത്തിക്കൊണ്ട് അവൻ ഇങ്ങനെ ആയത്, ഇനി തൊട്ട് അവൻ്റെ കാര്യങ്ങളെല്ലാം നോക്കാം, അവൻ തന്നെ അറിയാമെന്നൊക്കെ പറയും. അങ്ങനെ ഇവൻ്റെ മാറ്റം കണ്ട പേരൻസ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് മാടി വീട്ടിലിരിക്കുമ്പോഴാണ് ഗ്യാരി ആണെങ്കിൽ ഒരു കാറുമായിട്ട് വരുന്നത്. ആ കാറാണെങ്കിൽ ആ പണക്കാർ അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞായിരുന്നു. അവനാണെങ്കിൽ മാടിയോട് പറയും ആ കാറാണെങ്കിൽ കാട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു, അതിൻ്റെ ഓണർഷിപ്പ് അല്ല ഇവളുടെ പേരിലാണെന്ന് പറയും. അങ്ങനെ ഏതായാലും അവൾ ആ കാറങ്ങ് എടുക്കും. അങ്ങനെ ഒരു വിധത്തിൽ എന്തൊക്കെയോ ശരിയാക്കിയിട്ട് അവൾ പതിയെ ഊബർ സർവീസ് തുടങ്ങും. അങ്ങനെ ഒരു വിധത്തിൽ ഇവളാണെങ്കിൽ ഇവളുടെ കടങ്ങളെല്ലാം വീട്ടും. ഇതെല്ലാം കഴിഞ്ഞ് മാടിയുടെ കടമെല്ലാം വീട്ടിൽ സെലിബ്രേഷൻ്റെ ഇടയിലാണ് സാറയും ജിമ്മും പറയുന്നത് അവരുടനെ ഇവിടുന്ന് പോവാന്ന് പറയും. കാരണം സാറയാണെങ്കിൽ പ്രഗ്നൻ്റ് ആയിരുന്നു. ഉടനെ കൊച്ചുണ്ടായി കഴിയുമ്പോൾ അവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് ഇവിടെ വീടൊന്നുമില്ല. ഇവരുടെ ഈ നാട്ടിലാണെങ്കിൽ വീട് മേടിക്കുന്ന ഭയങ്കര ഫണ്ട് പോകുമായിരുന്നു. അതുകൊണ്ട് കാലിഫോർണിയക്ക് പോകുകയാണെങ്കിൽ അവിടെ വിലക്കുറവിൽ നല്ല വീടെല്ലാം കിട്ടുമെന്ന് പറയും. അന്നേരമാണ് ഇവൾക്കൊരു സങ്കടം തോന്നുന്നത്. ഇവളാണെങ്കിൽ പതിയെ ഇവളുടെ പഴയ കൂട്ടുകാരനായിട്ടുള്ള ഡൗഗാനെ വിളിച്ച് അവൻ്റെ ഹെൽപ്പ് വെച്ച് ഇവളുടെ ഈ വീടിൻ്റെ ഓണർഷിപ്പെല്ലാം ഇവരുടെ ആ ഫ്രണ്ട്സിൻ്റെ പേരിലാക്കും. അങ്ങനെ സാറയ്ക്കും ജിമ്മിന് സ്വന്തമായിട്ടൊരു വീടായിട്ട് അവർ ഹാപ്പി ആയിട്ടിരിക്കും. അത് കഴിഞ്ഞാണ് ഇവളേതായാലും ഇനി തൊട്ട് കാലിഫോർണിയക്ക് പോയി പുതിയൊരു ജോബ് കണ്ടുപിടിക്കാനൊക്കെ ഓർക്കുന്നത്. അങ്ങനെ ഇവൾ പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് പേർസീനെ കാണാൻ വേണ്ടി ചെല്ലും. ഇപ്പോൾ പേർസി ആണെങ്കിൽ ഇവളെ കാണുമ്പോഴത്തേക്കിനും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി പൊക്കോണ്ടിരിക്കും. അങ്ങനെ അവൻ പോയി കാർ കയറുമ്പോഴത്തേക്കിനും ഇവൾ പുറകെ ചെന്ന കാറിൻ്റെ ബോണ്ടിലോട് ചാടി കയറും. അവനാണെങ്കിൽ ദേഷ്യം വന്ന് ഓടിച്ച് നേരെ കടലിൽ കൊണ്ടുപോയി നിർത്തും. അങ്ങനെ മാടി വെള്ളത്തിൽ വീഴുന്ന കണ്ട് ഇവനാണെങ്കിൽ പേടിച്ച് ഓടിച്ചെന്ന് മാടി അവിടെ രക്ഷിച്ച് വെളിയിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം അവർ തമ്മിൽ സംസാരിക്കും. മാടി അവനോട് പറയും അവനെ ഒരിക്കലും ചതിക്കണമെന്ന് ഓർത്തൊന്നും അല്ലായിരുന്നു, ഇവളുടെ അത്യാവശ്യം കൊണ്ടായിരുന്നൊക്കെ പറയും. അങ്ങനെ രണ്ടുപേരും പറഞ്ഞ് സംസാരിച്ചൊരു കൺവീൻസ് ഒക്കെ ആയിട്ടിരിക്കും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് പേർസി ആണെങ്കിൽ പ്രിൻസ്റ്റണിലേക്ക് പോകുന്ന ദിവസം എത്തി. അങ്ങനെ അവൻ പേരൻസിനോടെല്ലാം പറഞ്ഞിട്ട് വെളിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഇവിടെ മാടി നിൽക്കുന്നതാണത്. മാടിയാണെങ്കിൽ ഇവനെ കൊണ്ടുവിടാൻ വേണ്ടി വന്നതായിരുന്നു. അന്നേരമാണ് ഇവന് സർപ്രൈസായിട്ട് മിലോ എന്ന് പറഞ്ഞ് ആ ഡോഗിനെ അവൾ കൊണ്ടുവരുന്നത്. അങ്ങനെ ഇവർ 3 പേരും കൂടെ കാറിൽ പ്രിൻസ്റ്റണിലേക്ക് പോകുമ്പോഴത്തേക്കിനും ഈ സിനിമ അവിടെ അവസാനിക്കും.